മതസ്വാതന്ത്ര്യ ഭേദഗതി ബില്ലിന് ഉത്തരാഖണ്ഡ് മന്ത്രിസഭയുടെ അംഗീകാരം. വ്യാജ ഐഡന്റിറ്റി ഉപയോഗിച്ചുള്ള വിവാഹം, മതപരിവർത്തനത്തെ പ്രേരിപ്പിക്കൽ എന്നിവ കുറ്റകരമാക്കി. ജീവപര്യന്തം ശിക്ഷയും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ് ശിക്ഷ. വിവരങ്ങളുമായി ശരത്ലാൽ ചേരുന്നു. ശരത്ലാൽ, എന്താണ് ആ ബില്ലിനകത്തെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ? എന്തുകൊണ്ടാണത് പ്രധാനപ്പെട്ടതായി മാറുന്നത്? സനീഷെ, ഉത്തരാഖണ്ഡിൽ ഇത്തരമൊരു ബില്ല് നേരത്തെ തന്നെ വളരെ വലിയ വിവാദം ഉയർത്തിയിരുന്നു. കാരണം ജീവപര്യന്തം തടവാണ് ഇക്കാര്യത്തിൽ കുറ്റം തെളിയിക്കപ്പെട്ടാൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ മനുഷ്യാവകാശ പ്രവർത്തകരും അതുപോലെ വിവിധ മുസ്ലിം സംഘടനകളും രംഗത്തെത്തിയിരിക്കുന്നു. അതായത് BJPയെ സംബന്ധിച്ചോളം തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നൽകിയ ഒരു വാഗ്ദാനം കൂടിയാണ് മതപരിവർത്തന ബില്ല് നടപ്പിലാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ BJP ഇത് വളരെ വലിയ രീതിയിൽ തന്നെയാണ് ഇതിനെ കാണുന്നതും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മാധ്യമങ്ങളുടെ, സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയയിലൂടെ മതപരിവർത്തനം, മതം മാറാനുള്ള ആഹ്വാനവും അത്തരം തോന്നിപ്പിക്കുന്ന ആഹ്വാനങ്ങൾ ഉണ്ടെങ്കിൽ 2 വർഷം മുതൽ 7 വർഷം വരെ കഠിന തടവ് ലഭിക്കും എന്നുള്ള ഒരു വ്യവസ്ഥയുണ്ട്. ഇതിനെതിരെയാണ് സാമൂഹിക പ്രവർത്തകർ രംഗത്ത് വന്നത്. അതേപോലെ തന്നെ വ്യാജ തിരിച്ചറിയൽ കാർഡ്, ആ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചുള്ള വിവാഹവും കുറ്റകൃത്യമാകുന്നു. മതം മാറാനുള്ള ഉദ്ദേശത്തോടെയുള്ള വിവാഹവും കുറ്റകൃത്യമാണ്. സ്വാഭാവികമായിട്ടും മതമാറ്റത്തെ പൂർണ്ണമായി തടയാനുള്ള, വിവാഹം മൂലമുള്ള മതമാറ്റത്തെ പൂർണ്ണമായി തടയാനുള്ള രീതിയിലുള്ള ഒരു നിയമവ്യവസ്ഥയാണ്, ഈ വ്യവസ്ഥകളാണ് ബില്ലിലുള്ളതെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഏതായാലും അടുത്ത ആഴ്ച ബില്ല് പാസ്സാക്കുമെന്ന് തന്നെയാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രളയക്കെടുതിക്കിടക്കാണ് അടിയന്തര മന്ത്രിസഭ യോഗം വിളിച്ചുകൊണ്ട് ഇത്തരമൊരു ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. സനീഷ്.